എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു മീൻ വിഭവമാണ്. നമ്മൾ മീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഉപ്പും മഞ്ഞളും പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, നമുക്ക് മസാലകളെല്ലാം കൂടെ ഒന്ന് വരട്ടാം. അപ്പോൾ കുരുമുളക് പൊടി 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രേവിക്കും എരിവ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിന് എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നാരങ്ങ നീരാണ് ഇഷ്ടമെങ്കിൽ ഒരു അരമുറി നാരങ്ങ നീര്. ഞാനിവിടെ വിനാഗിരിയാണ് ഒഴിച്ചത്, 1 സ്പൂൺ വിനാഗിരി. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിത് എടുത്തു. വെളിച്ചെണ്ണയിലാണ്, നല്ല വെളിച്ചെണ്ണയിലാണിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സാധാ മീൻ ഫ്രൈ ആവുന്നത് പോലെ നന്നായിട്ടങ്ങ് ഫ്രൈ ആവണ്ട, ഒരു 3/4 ഭാഗം ഫ്രൈ ആയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിരിച്ചിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 4 സവാള അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി, പിന്നെ നല്ല ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയും കൂടെ നമുക്കിതൊന്ന് മസാലയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ മീൻ ഫ്രൈ ആക്കിയ വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടല്ലോ, അതിലോട്ടാണ് ഇട്ട് മസാല തയ്യാറാക്കുന്നത്. സവാള അരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതി. അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ആ തക്കാളിയുടെ വെള്ളത്തിൽ നമുക്കിതൊന്ന് കുക്കായി കിട്ടും. പിന്നെ തക്കാളിയുടെ ആ പുളി ടേസ്റ്റ് മതിയെങ്കിൽ നമുക്ക് അത് മതി. പക്ഷെ ഞാനൊരു കുടം പിഴിപുളിയും കൂടെ വെള്ളത്തിലിട്ട് ഒഴിച്ചിട്ടുണ്ട്, അതും വേണേൽ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഇടാം. അപ്പോൾ അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പുളിവെള്ളവും കൂടെ നമുക്ക് ആ ഒരു ഗ്രേവിയിൽ ഇതൊന്ന് വെന്ത് കിട്ടും. അല്ലാതെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ 4 പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇല നമുക്കൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ആദ്യം ഞാൻ ഈ ഗ്രേവി ഇലയിലോട്ട് വെക്കുവാണ്. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ മീൻ ഫ്രൈയും കൂടെ എടുത്ത് വെക്കാം. അപ്പോൾ ഒരു വാഴയിലയിൽ 1 പീസ് അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രേവിയും കൂടെ വെച്ച് ഇല നന്നായിട്ട് മടക്കി നമുക്ക് ഈ വാഴനാര് കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടി വെക്കാം. എന്ന് വെച്ചാൽ നമ്മൾ അകവും പുറവും ഇട്ട് നമ്മൾ വേവിക്കുന്നുണ്ട്, അപ്പോൾ അത് അഴിഞ്ഞു വരരുത്. അതുപോലെ നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ചുറ്റിക്കെട്ടണം. അപ്പോൾ ഇല വാട്ടി എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മടക്കുമ്പോൾ പൊട്ടിപ്പോകത്തില്ല. അതിനാണ് നമ്മൾ ഇല വാട്ടി എടുക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ അപ്പോൾ 4 പീസും കൂടെ നമുക്ക് ഇതുപോലൊന്ന് കെട്ടിയെടുക്കണം. ആദ്യം ഗ്രേവി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മീൻ, അതിൻ്റെ മുകളിൽ ഗ്രേവി, അങ്ങനെ ഞാനിപ്പം 4 കിഴിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഇത് 4ഉം കൂടെ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാമെങ്കിൽ അതാണ് എളുപ്പം. ഒരു വെളിച്ചെണ്ണ അത്രയ്ക്ക് ഇച്ചിരി കൂടിപ്പോയി. ഒന്ന് നമ്മൾ ദോശയ്ക്ക് നമ്മൾ എണ്ണ തേക്കത്തില്ല, അതുപോലെ ഒന്ന് തേച്ചാൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് തേച്ചിട്ട് ഈ ഓരോ നമ്മൾ ഇലയിൽ എടുത്ത് വെച്ചിരിക്കുന്ന കിഴിയും കൂടെ എടുത്ത് ഇവിടെ വയ്ക്കുകയാണ്. വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്കൊരു
10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കുക്കായി കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടിത് എല്ലാം ഒന്ന് തിരിച്ചിടുവാണ്. തിരിച്ചു വെച്ചിട്ടും ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ കിഴി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മസാലയൊക്കെയാണ്. പിന്നെ ആദ്യം തുറക്കുമ്പോഴേ നമുക്ക് ആ വാഴയിലയുടെ എണ്ണയുടെയൊക്കെ ഒരു മണം. പിന്നെ ആ ഗ്രേവിക്ക് എന്താ ടേസ്റ്റ് എന്നറിയത്തില്ല. ഒരു മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന് പിന്നെ ആ ഒരു പീസും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം. മീൻ കിഴി മാത്രമായിട്ട് നമുക്ക് കഴിക്കാം, ഇലയിൽ പൊള്ളിച്ചത്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.